ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു നമ്പർ തന്നാൽ അതിന്റെ ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാൻ മതിയാവും. ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ക്വയർ റൂട്ട് അറിയാമെങ്കിൽ ക്യൂബ് റൂട്ട് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്, ഒരു ബുദ്ധിമുട്ടില്ല. സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നോക്കാം. ക്യൂബിക് റൂട്ട് ഓഫ് 512. നിങ്ങൾ 512നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 512ന് എന്ത് ചെയ്യാം മക്കളെ? പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 512നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പ്രൈം നമ്പർ ഏതാ? 2. സിൻസ് 512 is an even number, നമുക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരിക? 2 കൊണ്ട് ഡിവൈഡ് പറഞ്ഞാൽ പകുതി എടുക്കുക. 512ന്റെ പകുതി എത്രയാണ്? 500ന്റെ പകുതി എത്രയാണ്? 250. 12ന്റെ പകുതി 6ഉം 256. ഓക്കെ, 256നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടുക? 256ന്റെ പകുതി 125 8 128 അല്ലേ? 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 64. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 32. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 16. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 8. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 1 കിട്ടുന്നവരെ ചെയ്യാം. എന്നിട്ട് ആൻസർ എഴുതുക. ക്യൂബിക് റൂട്ട് ഓഫ് 512 is equal to ക്യൂബിക് റൂട്ട് ഓഫ് 3 ചെറുതാക്കി എഴുതണേ. 3 ചെറുതാക്കി എഴുതണേ മക്കളെ, വലുതാക്കി എഴുതരുത്. 3 ഇൻറ്റു റൂട്ടിനായി പോകും. ചെറുതാക്കിയിട്ട് എഴുതാം കേട്ടോ 3. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 2 വെച്ച് പേരാക്കും. 2 into 2 സ്ക്വയർ, അടുത്ത 2 into 2 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു അങ്ങനെ എഴുതായിരുന്നു സ്ക്വയർ റൂട്ടിൽ. എന്നാൽ ഇവിടെ ക്യൂബിക് റൂട്ട് അല്ലേ, അപ്പോൾ 3 വെച്ച് പേരാക്കുക. ഇതാ ഈ 3 2 2 ക്യൂബ് ഇൻറ്റു അടുത്തത് 3 2 2 ക്യൂബ് ഇൻറ്റു അടുത്തതും 3 2 2 ക്യൂബ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഈക്വൽ ടു, എടാ 2 ക്യൂബ് ക്യൂബിക് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ വെറും 2 ആയി. ഇൻറ്റു അടുത്ത 2 ക്യൂബ് ക്യൂബിക് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ വെറും 2 ആയി. ഇൻറ്റു അടുത്ത 2 ക്യൂബും ക്യൂബിക് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ വെറും 2 ആയി. സോ ആൻസർ എത്രയാ? 2 2 4 2 8. 8 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്യൂബിക് റൂട്ട് ഓഫ് 1331. 1331 നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇത് ഓഡ് നമ്പർ ആണ്, അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്ക്, ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ നമ്പറിലെ ഡിജിറ്റ്സ് തമ്മിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. നോക്ക്, 1 + 3 4, 4 + 3 7, 7 + 1 8 ആണ് അല്ലേ? 3 6 8 ആണ്. 8 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓഡ് നമ്പറിനൊന്നും നമുക്ക് ഇവൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ 3 കഴിഞ്ഞു, 2 പറ്റില്ല, 3 പറ്റില്ല. പിന്നെ എന്താ? പിന്നെ അടുത്ത പ്രൈം നമ്പർ 3 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ 5 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 5 ആയിരിക്കണം. ഇത് രണ്ടും അല്ല, ഇവിടെ 1 ആണ്. 5 കൊണ്ട് പറ്റില്ല. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്ത് നോക്കുക. സൈഡ് എഴുതി ഡിവൈഡ് ചെയ്ത് നോക്കുക. 1331 ഡിവൈഡ് ബൈ 7. 13 7 നോർമലി എഴുതി ഡിവൈഡ് ചെയ്ത് നോക്കുക. 1331 ഡിവൈഡ് ബൈ 7 അല്ലേ? 17 ഒരു 7, ബാക്കി 6. 63 7 9 7 63 0, ബാക്കി 1 ഉണ്ട്. പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അടുത്ത പ്രൈം നമ്പർ എത്രയാണ്? 7 കഴിഞ്ഞാൽ 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1331 331 അല്ലേ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 ഒരു 11 ബാക്കി 2 23 2 11 22 ബാക്കി 1 11 11 1 ഒരു 1 വന്ന് യെസ് 0 കിട്ടി. കറക്റ്റാ? 121 ടൈംസ്. അതിനെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 കിട്ടും. 121 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 കിട്ടും. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 1 കിട്ടും. സോ ആൻസർ ഈസ് ക്യൂബിക് റൂട്ട് ഓഫ് എന്താ? 3 വെച്ച് പേരാക്കുക അല്ലെ? 3 വെച്ച് പേരാക്കുക എന്നല്ല, 3 വെച്ച് ട്രിപ്ലെറ്റ് ആക്കുക. എന്താ? 11 × 11 × 11 11 ക്യൂബാണ്. 11 ക്യൂബ് മാത്രമേ അവിടെ ഉള്ളൂ. 11 ക്യൂബ് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, ആ 11 ക്യൂബ് ക്യൂബിക് റൂട്ടിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ വെറും 11 ആയിട്ട് മാറി. സോ ആൻസർ 11 ആണ്. 11 ക്യൂബാണ് 1331 എന്ന് പറയുന്നത്. ക്യൂബിക് റൂട്ട് ഓഫ് 11 ക്യൂബാണ് 1331. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് ക്യൂബിക് റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി ഇതേപോലെ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ 3 വെച്ച് പെയറാക്കിയിട്ടാണ് എഴുതാറുള്ളത് അല്ലേ? സ്ക്വയർ റൂട്ടിൽ നമ്മൾ 2 വെച്ച് പെയറാക്കി 11 സ്ക്വയർ ഇൻറ്റു 11 സ്ക്വയർ ഇൻറ്റു അങ്ങനെ എഴുതും. അത് ഒന്നും ബാക്കി ഉണ്ടാവില്ല കേട്ടോ. പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. ഇവിടെ ഇപ്പം ക്യൂബിക് റൂട്ട് ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ടാണ് ഞാൻ 2 വെച്ച് പെയറാക്കുമ്പോൾ ഒന്ന് ബാക്കിയുള്ളത്. പക്ഷേ കറക്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എല്ലാം 2 വെച്ച് പെയറാക്കാൻ പറ്റും. എന്നിട്ട് 11 സ്ക്വയർ ഇൻറ്റു ഫോർ എക്സാമ്പിൾ 11 സ്ക്വയർ അങ്ങനെ എഴുതാം. എന്നിട്ട് സ്ക്വയർ വരുന്നത് സ്ക്വയർ റൂട്ടാണ് അവിടെ വരിക. ക്യൂബിക് റൂട്ട് അല്ല, വെറും റൂട്ടാണ് വരിക. അത് സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ വരുന്നത് സ്ക്വയർ റൂട്ടിനെ പുറത്തെടുക്കുമ്പോൾ സ്ക്വയർ അങ്ങ് ഒഴിവാക്കി കളയാം. 11 × 11 അങ്ങനെ വരും. അങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ക്യൂബിക് റൂട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. സോ കൃത്യമായിട്ട് തെറ്റിക്കാതെ ചെയ്യുക. മാറിപ്പോകരുത്. സ്ക്വയർ റൂട്ടും ക്യൂബിക് റൂട്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ മക്കളെ. ബൈ.